ഇങ്ങ് വന്ന അപ്പം വന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് വൈറ്റ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വേറെ ആരടുത്ത് സംസാരിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് സംസാരിക്കണം. എന്റെ സെർവറാടാ. ഹലോ, ഇതെന്താ അപ്പാപ്പ എന്താടാ? ഞാനൊരു കാര്യം പറയാം. എന്തായാലും നമുക്ക് ആർക്കും പെണ്ണ് ഇതുവരെ സെറ്റ് ആയിട്ടില്ല. അഥവാ ഏതെങ്കിലും ഒരുത്തൻ ഈ വാലന്റൈൻസ് ഡേക്ക് ഈ കടൽ തീരത്ത് ഇവന്മാർ ഇടയ്ക്ക് മണ്ണ് വാരി ഇടണം കേട്ടാ. ഞാനൊന്നും ഉപദ്രവിക്കാറുണ്ട് ഈ വാലന്റൈൻസ് ഡേക്ക് ആഘോഷിച്ച് കിടക്കണം. എന്താ ഞാനിങ്ങനെ ഉപദ്രവിക്കാറുണ്ട് വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ. അവിടെ ബീച്ചിൽ കുറെ എണ്ണം മറ്റേ ലവിന്റെ സിമ്പലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ കുറെ എണ്ണം ഇരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, നടക്കുന്നു, ചിരിക്കുന്നു, അതില്ല ബാക്കി എല്ലാവരുടെ ഉണ്ട്. എനിക്കൊരു അർജന്റ് കോൾ വിളിക്കണം, അത് പറഞ്ഞപ്പോഴും ഓർത്തെ. കണ്ണു തുറന്ന് നോക്കിയാൽ കാണാം. എന്താ കേട്ടില്ല? കണ്ണു തുറന്ന് നോക്കിയാൽ കാണാം ആ വെളിച്ചം. റൈറ്റ്. അപ്പാപ്പനെ ഓൾറെഡി കണ്ടായിരുന്ന വെളിച്ചം കണ്ടിട്ടാ ഞാൻ കേറിയത്. സംസാരിച്ചായിരുന്നു കേട്ടാ. കെടാവിളക്ക് നമ്മുടെ വീട്ടിലെ കെടാവിളക്ക്, അതായത് കെടാത്ത വിളക്ക്. അതിലെനിക്ക് ഒരു ഫോട്ടോ ലോഡായുള്ള ലക്സ് അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നേരത്തെ എന്തോ പണ്ടെന്തോ വെച്ചാ കൊള്ളാടാ കിടിലും. ഇതെനിക്ക് അല്ലാതെ നയിച്ചേർന്നേ. അപ്പാ വാലന്റൈൻസ് ഡേ ആയിട്ട് സിറ്റിയില് കുറച്ച് പെമ്പിള്ളേർക്ക് എന്താ വൈറ്റ് ലിസ്റ്റ് കൊടുക്കാഞ്ഞ്? അപ്പാ നമ്മുടെ ഇവിടെ ഇപ്പൊ പെമ്പിള്ളേര് കുറവാ അപ്പാ. എല്ലാരും സെറ്റ് ആയി പോയി. അപ്പാ ഞാനൊരു കാര്യം പറയണ്ടേ? ഇങ്ങ് വന്ന അപ്പാ വന്ന ഒരു കാര്യം പറയണ്ട്. എന്താണ് പേരില് വരെ സിംഗിൾ എന്നിട്ടിട്ട് മൂഞ്ചിത്തരം കാണിക്കുന്നവനൊക്കെ. ആമിയെ അതെ അപ്പൊ എന്തെങ്കിലും ഒരു ഡീൽ ചെയ്യാൻ പറ്റും. അതായത് വൈറ്റ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വേറെ ആരടുത്ത് സംസാരിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് സംസാരിക്കണം. അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമോ? 5 മിനിറ്റിലാണ് ഇവിടെ ഇപ്പൊ പോണത്. പുതിയൊരു പരിപാടി അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്താൽ മതി. പെമ്പിള്ളേർക്ക് വൈറ്റ് ലിസ്റ്റ് കൊടുക്കണമെങ്കിൽ എൻ്റെ ഒരു ഇന്റർവ്യൂടെ പാസ് ആവണം. പുതിയൊരു വൈറ്റ് ലിസ്റ്റ് ഉണ്ടോ? പരന്ത് വൈറ്റ് ലിസ്റ്റ് അത് വേണ്ട ഇത് മതി. പെമ്പിള്ളേർ ആര് വൈറ്റ് ലിസ്റ്റ് എടുക്കാൻ വന്നാലും ഒരു ഇന്റർവ്യൂ ഉണ്ട്. അത് എന്റെ ഇന്റർവ്യൂ, അത് പാസ് ആവണം. അത് സെറ്റ് ആക്കാൻ പറ്റുമോ അപ്പാപ്പന്? പിന്നെന്താ, നമുക്ക് മറ്റേ ആപ്ലിക്കേഷൻ ഇടാം. എന്റെ സെർവറാടാ. ആ വൈറ്റ് ലിസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് വൈറ്റ് ലിസ്റ്റ് കിട്ടുമെന്ന് പറയാം നമുക്ക്. ഏത് അത്രേ ഉള്ളൂ, പിന്നെ അല്ല. അത് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നടക്കത്തില്ല. അപ്പൊ എന്നെ എന്തോ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞിട്ട് എന്ത് കാണിക്കാന്ന് പറഞ്ഞേ? വാസവന്റെ വിഷമം മനസ്സിലാക്കി ഒരു അപ്പാപ്പന്റെ സൗണ്ട് കുറവാണല്ലോ. ഷൗട്ടാണോ? ഷൗട്ടാണോ അത്? അല്ലല്ല, സൗണ്ട് കുറവാ. ഷൗട്ടിൽ ഇടാൻ ഈഗിൾ ഫയൽസ് ലോഡിങ്. ഇല്ല കുഴപ്പമില്ല. വാസുപോന്റെ വിഷമം മനസ്സിലാക്കി അപ്പാപ്പൻ വാസുപോന് വേണ്ടിയിട്ട് ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലോ? ഈ വാലന്റൈൻസ് ഡേക്ക് വാസുപോന്റെ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ല. അറിഞ്ഞാ മതി. എടാ വണ്ടി എടുക്കാം. അപ്പൊ നല്ലൊരു വണ്ടി പോയാലോ നമുക്ക്? എന്താ സുമതി അമ്മായ സാരി കൊടുത്തങ്ങാണ് അവിടെ വെച്ചിരിപ്പിക്കാണ്. അടിക്കാണ് ഞാൻ. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് കളയാ എനിക്ക്. വാ നമുക്ക് ആദ്യം പോയി എന്നാ ഒരു വണ്ടി എടുത്തിട്ട് വരാം. ഇതിൽ പോയാൽ ശരിയാകത്തില്ല. ഇതിൽ പോയാ ആ വള്ളി അവിടുത്തെ അണ്ടനും അളകോടനും എല്ലാം വന്ന് മുട്ടും. അപ്പൊ പിന്നെ വണ്ടി എടുത്തോണ്ട് വരണേ തിരിച്ച്. ഏതെടുക്കും? 4 സീറ്റർ വേറെ ഏതാ ഉള്ളേ? മസ്ത് 2 സീറ്ററാ.
സിക്സ് സീറ്റർ ഒന്നുമില്ല ഹസ്ബൻഡില്. സിക്സ് സീറ്റർ ഒന്നുമില്ല. ഹർലിൻ കമ്പനി ഒന്നുമില്ല. ഇത് എത്ര സീറ്ററാ? ഇത് 2 സീറ്ററാ പാപ്പ. കൊമ്പൻ എടുക്കാൻ വേറെ വഴിയില്ല. കൊമ്പനെ എടുക്കാനുള്ള വേറെ വഴിയില്ല. കൊമ്പനേ ഉള്ളു. കൊമ്പന് 2 ഡോറില്ല. അപ്പൊ വണ്ടി ഞാൻ ഇത് കൊമ്പനൊന്ന് ഇത് ചെയ്തിട്ട് വരാവേ. ലൂസിയുടെ മെസ്സേജ് നോക്കി. മെസ്സേജ് ഒന്നും അയച്ചില്ലടാ ലൂസിയ. മൈ ലവ്. എല്ലാരും കൂട്ടണം. എല്ലാരും കൂട്ടാം. അതിന് വേണ്ടിട്ടാ വലിയ വണ്ടി എടുത്തേ. ഇത്രയും നാള് സിറ്റിയിലെ രാപ്പകലില്ലാതെ 2 ക്യാരക്ടറൊക്കെ കളിച്ചോണ്ടിരുന്നതാണ് ദർശന. നമ്മൾ എന്ന് ആർ പി ചെയ്ത് തുടങ്ങി അതിൻ്റെ കൂടെ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും പുള്ളിക്കാരി സിറ്റിന്നേ പോയി. ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. പുള്ളിക്കാർക്ക് എന്തോ ഹോസ്പിറ്റൽ എമർജൻസി എന്തോ ആണ്. കോച്ച് കയറി. നിന്നാണ്. വാ കേറ്, വണ്ടി കേറ് വാ. ഓ നമുക്കൊരു സ്ഥലം വരെ പോണോന്ന്. വാ, ഒരാളെ തോളത്തെടുത്തോ. കോച്ച് ഒരാളെ SRK തോളത്തെടുക്കും. കോച്ച് അപ്പാപ്പിന് ഒരാളെ തോളത്തെടുക്കും. അണ്ണ നിർബന്ധിച്ചോണ്ടാണ് നമ്മൾ വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മള് സത്യം കോച്ചിന്റെ കണ്ണൊക്കെ നിറഞ്ഞ ചേട്ടാ ഇവിടെ വെച്ചിട്ട് അണ്ണൻ വിളിക്കാൻ പോയപ്പോ. ഇല്ല അണ്ണാ, സെറ്റ് 6 സീറ്റർ ഈ സെർവറിലെ അഡ്മിൻ എടുത്ത് മാറ്റി. പൈസ കൊടുക്കാത്തോണ്ടായിരിക്കും. പാശിന്റെ ഹുങ്കേ കുഴപ്പമില്ല, എനിക്ക് വിഷയമൊന്നുമില്ല. ഞാൻ ചോദിക്കാൻ പറയാനൊന്നും പോയില്ല അണ്ണാ. പിന്നെ ഇത് നമ്മുടെ സെർവറല്ലേ അണ്ണാ? ഇല്ല അണ്ണാ, എന്റെ 3 വണ്ടി എടുത്തൊക്കെ മാറ്റിയാണ് നൈസായിട്ട്. 3 കൂട്ടി എനിക്ക് മറ്റേ ആ സാബുര വണ്ടി ചേർത്ത് 4 വണ്ടി എടുത്തൊക്കെ മാറ്റി എന്റെ കയ്യിൽ നിന്ന്. ഗിഫ്റ്റ് കിട്ടിയ വണ്ടിയാണ്, അത് മാറ്റി. എനിക്ക് പ്രശ്നമില്ല, എനിക്ക് പ്രശ്നമില്ല. എന്താണ് കേൾക്കുന്നത്? പുതിയ സ്റ്റാഫുകളെ ഞാൻ മാറ്റിയിടണോ? മാറ്റി വെക്കണോ? പുതിയ ആൾക്കാരെ പറയരുത്. എക്സ്പയർ ആയെന്ന് പറയരുത്. ഡയറക്റ്റ് മാറ്റി കളഞ്ഞോ. ഞാൻ ചമ്മിപ്പോയാണ് കഴിഞ്ഞ എടുക്കാൻ പറ്റും. ലോല കേറിയില്ലേ? ലോല അണ്ണാ ഞാൻ അവന്റെ ആത്മാവിനെ എടുത്തിട്ട് നൈസായിട്ട് അങ്ങോട്ട് വന്നിട്ട് വന്നാലേ. മാമന്റെ ഡേറ്റ് വിട്ടിട്ട് വീണ്ടും പോയല്ലേ? വിളിച്ച് വേളാങ്കണ്ണി പോയെന്ന് പറഞ്ഞു. അവൻ ചത്തു. അണ്ണാ ഞാൻ അവനെ പൊക്കിട്ടൊന്നും മതിയാ? ഇല്ല വാ, നീ വാ, അവനെ എടുത്തിട്ട് വരാം. എടാ അപ്പൊ ഒന്ന് പൊക്കി അവനെ ഒന്ന്. ആ ഓക്കെ. എന്താടാ അപ്പൊ ഇടയ്ക്ക് ചിലപ്പോ നിങ്ങളുടെ സെർവറിലെ വിസിയിലോ അല്ലോ എങ്ങനെയല്ലോ ഇടയ്ക്ക് ഞാനിങ്ങനെ താടിക്ക് കൈ വെച്ചിട്ട് ഇത് എന്റെ സെർവറാടാന്ന് ഇങ്ങനെ പറയുന്നത് എന്തെങ്കിലും ക്ലിപ്പ് വന്നാൽ അത് കാര്യമാക്കില്ല കേട്ടാ. ഇല്ലില്ല, അതൊരു നാടകം, നമ്മുടെ സിറ്റിയിലൊരു നാടകം ചെയ്തായിരുന്നു. അന്ന് ആരോ കട്ട് ചെയ്ത ക്ലിപ്പ് അത്. അത് ഈ എക്സലാറ്റിസിനെ പറ്റി അല്ല അത് പറയുന്നത്. അത് നമ്മള് ഉണ്ടാക്കിയ സെർവർ, മറ്റേ സെർവറുകളുണ്ടല്ലോ ഉണ്ടാക്കുന്നത് കമ്പ്യൂട്ടറിനകത്തൂടെ, ആ സെർവറിനെ പറ്റി. പക്ഷെ അത് ഓരോരുത്തന്മാർ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ചിലപ്പം
ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇട്ട് കളയും. നമുക്ക് അങ്ങനെ നോക്കാം. അതെ 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 അതെ. ഞാൻ അവിടെ ഉള്ള മക്കളോട് പറഞ്ഞേക്കാം. വിശ്വസിക്കേണ്ട നാടകം എന്ന് പറഞ്ഞു. പുറത്ത് അങ്ങനെ ഒരു സംസാരം ഉണ്ടേ. നീ എവിടെ ഏത് ലൊക്കേഷനിലോട്ടാ പോണേ നമ്മള്? ഏത് ലൊക്കേഷനാ? എടാ ഒരു മിനിറ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാവേ. എടാ സാൻഡിലോട്ട് വാടാ. ജൂടെ സാൻഡിലോട്ട് അല്ല ജൂടെ കോച്ച് എന്താ സംസാരിക്കാത്ത? കോച്ച് ഹലോ കോച്ച് കേക്കാവോ? കേക്കാം. ഓക്കെ ഓക്കെ ഇനി മിണ്ടണ്ട. സൗണ്ട് ഇടല്ലേ? അമ്മ ഞാൻ നോക്കിയപ്പോഴേ അണ്ണ ഗ്യാങ് ഹൗസിൽ വണ്ടി എടുത്ത് പോയില്ലേ പുറത്തോട്ട്? നിറ കണ്ണുകളോട്ട് കോച്ച് അവിടെ നിൽക്കുന്നത്. ഞാൻ വണ്ടി എടുക്കാൻ പോയതല്ലേ കോച്ച്. നമുക്ക് ശരിക്കും കോച്ചിന്റെ മുഖത്ത് കാണാനാണ്. കോച്ച് ഇടയ്ക്കിപ്പോ എന്റെ ഭാര്യയെ പോലെ ബിഹേവ് ചെയ്യുന്നുണ്ട് കേട്ടാ. ഒരു വാക്ക് പറയാൻ പ്രത്യേക സാഹചര്യങ്ങൾ മാത്രമാണ്. എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നതാണ്? കേട്ടില്ല. എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്? ഉമ്മ തരാറുണ്ടോ? ഉമ്മ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ കാര്യങ്ങള്. ഓ അങ്ങനെ ഉമ്മ തരാറില്ല. ഈ പ്രായം കൂടുമ്പോഴത്തേക്ക് ഈ ഹോർമോൺ ചേഞ്ച് ഒക്കെ ഞാൻ ബുക്കിൽ വായിച്ചിട്ടുണ്ട്. സാൻഡി പോ നമുക്ക് അവിടെ നിന്ന് അകത്തോട്ട് പോയ പോലെ അങ്ങനെ എന്തെങ്കിലും മറ്റേ ബ്രിഡ്ജ് കയറി പോവാനാ? ഹെലികോപ്റ്റർ കേട്ടില്ല. അപ്പൊ എന്താ പറഞ്ഞേ? പാലം അങ്ങനെ അപ്പൊ എല്ലാം കൊണ്ടുവരും. 4-1 ഇവിടെ വെടിയേക്കണമായിരിക്കും, അവിടെ കഴിക്കണം, ഇവിടെ കഴിക്കണം എന്ന് പറഞ്ഞ എല്ലാം മാറ്റും. അപ്പൊ ഇത് ഇതൊക്കെ അപ്പൊ അടുത്ത എന്തെങ്കിലും സാധനം കൊണ്ടുവരുമ്പോ അപ്പൊ സിറ്റിയിലുള്ള എല്ലാവർക്കും ഓരോ ഗ്രാഫിക്സ് കാർഡ് കൂടെ കൊടുക്കണേ. നിന്റെ തന്തയുടെ എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കണം ചിലപ്പോ. മനസ്സിലായില്ലേ? നമ്മളങ്ങനെ പറഞ്ഞില്ല. വലിയ പ്രശ്നമൊക്കെ ആവും ചിലപ്പോ. കുറച്ച് സ്പീഡ് ഓവർ സ്പീഡ് ആണ് അവിടെ. ക്യാമറ ഉണ്ട്. നിക വാലന്റൈൻസ് ഡേ ആയിട്ട് ഗേൾഫ്രണ്ട്സിനെ ഒന്നും കാണാൻ പോയില്ല? അണ്ണ നമ്മളെ ഓറ കളഞ്ഞിട്ടില്ല അണ്ണ. 1000 ഓറയാണ് ഇപ്പോഴും. രാവിലെ വെടിയടിക്കാൻ പോയി, എന്നിട്ട് തിരിച്ചു വന്നു. അതുപോലെ അപ്പൊ ചന്ദ്രനൊന്നും ഓറയില്ലെന്നാണ് നീ പറഞ്ഞു വരുന്നത്? പെണ്ണ് കിട്ടിയോ? ഇല്ലണ്ണ, അത് ആ ഒരു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അതൊക്കെ നടക്കൂലുണ്ട്. അപ്പൊ ഞാനങ്ങനെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഓറ ഓണി പോട്ടെ അണ്ണ. ഇപ്പൊ നമ്മളായിട്ട് ഓറാക്ക കളയില്ലണ്ണ. നമ്മളായിട്ട് ഒരിക്കലും ഓറോ ആവൂല. അല്ല കഴിഞ്ഞ ദിവസം മറ്റേ മിസ്റ്റർ എക്സിന്റെ സ്ഥാനത്തിൽ പോയി ഞാൻ നിന്റെ അന്ന് ഓറ പോയില്ലായിരുന്നു നിന്റെ കുറച്ച്? അണ്ണ അത് കിട്ടിയായിരുന്നാ? ചന്ദ്രൻ അണ്ണ എനിക്ക് ഇതിനൊരു ബന്ധമില്ല സത്യമായിട്ട്. എടാ ഇതൊന്ന് കേൾക്കാൻ വയ്യാത്തോണ്ടാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഇപ്പൊ നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. എനിക്ക് ഇത് വലിയ താല്പര്യമില്ല. ഞാൻ ഏറ്റോളാം 100 വട്ടം ഞാൻ പറഞ്ഞല്ലോ. അണ്ണ മിണ്ടല്ലേ അതൊക്കെ ചുമ്മാ പറയുന്നത്. ചന്ദ്രൻ അണ്ണ ഇച്ചിരി പോലീസ് കുഴപ്പമില്ല. 2 EMS ഉണ്ട് ഇവിടെ. മനഃപൂർവ്വം അടിച്ചേക്കാം ബ്രോ. ടിക്കറ്റ് അടിക്കണ്ട. എന്തിനാ അവനെ കാണുന്നില്ല എന്റെ എവിടെ? അത് ബോട്ടാ. ഇത് ഇവളെ അവൻ ടിക്കറ്റ് വിളിക്കാൻ പോയിട്ടോ. ദേ കിടക്കുന്നത്. അല്ല സഹോദര, ഞാൻ അറിയാതെ തട്ടിയതാണേ. അറിയണ്ടല്ലോ മനഃപ്പൂർവ്വം. ഞാൻ കണ്ടില്ല. ഞാൻ പെട്ടെന്ന് വളഞ്ഞു വന്നപ്പോഴേ വാലന്റൈൻസ് ഡേ അല്ലായിരുന്നു. കാമുകയെ കാണാൻ പോകുന്നതിന് തിരക്കിനകത്ത് അറിയാതെ തട്ടിപ്പോയതാ. ഹലോ ബ്രോ. ഹലോ, പേരെന്താ? സംസാരിക്കണം. ഹലോ
ശവമാണ് സംസാരിക്കുന്നത്. ഇവനാണോ സംസാരിക്കണേ? ഹലോ, ശവമൊന്നുമല്ല, ഇവനാ സംസാരിക്കുന്നത്. ഇവൻ മോബിയാണത്. ഞാനേ അവനെ കണ്ടു പെട്ടെന്ന് വാസന ചേർത്ത് ധരിച്ചോ. നോക്കണ അവന്റെ മുഖം. ഹലോ, ആ കേക്കാവോ? സംസാരിക്കുന്നത്. ആ കേക്കാം കേക്കാം, പറഞ്ഞോ പറഞ്ഞോ. ആ വെയിറ്റ് EMS പോക്കോ, EMS പോക്കോ, EMS പോക്കോ. അത് മോബി, എനിക്ക് മനസ്സിലാവണ്ടേ. അതാരാ പറഞ്ഞേ? അതാരാ പറഞ്ഞേ? അപ്പൊ എന്താ കാണിച്ചേരാന്ന് പറഞ്ഞേ? ആ ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. ചൂടിറങ്ങി. ട്രാൻസിറ്റായിട്ട് അവൻ സ്ലോട്ടി വയ്ക്കാൻ അവന് വീണ്ടും വണ്ടി കയറ്റി കൊന്നാരോ? അല്ല സഹോദരൻ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. സമ്പർക്കം ആ ഇല്ല സീലടാ, സമ്പർക്കം കണ്ടോ? അവനൊഴിച്ച് നാട്ടുകാരെ മൊത്തം പേരും വന്നു. അവനെയല്ലേ ഞാൻ വിളിച്ചത്. എന്താണ് പറയടാ. എന്ത് പറഞ്ഞേ? ഹലോ, ഹലോ പറയടാ. നിങ്ങൾ ടി വിയിലുള്ളതല്ലേ? സ്റ്റേഡിയത്തിലുള്ള മനസ്സിലായില്ല, എന്താ പറഞ്ഞേ? അവരൊന്ന് സംസാരിക്കട്ടെ, മനസ്സിലാവണല്ലടാ. പറ. സ്ലോട്ട് ഉണ്ടോ? സ്ലോട്ട് ഉണ്ടോ? ആ ചിരിച്ചാരാണ്? മോബി ഒന്നിറങ്ങി TV ഇറങ്ങിട്ട് കേട്ടാ നമുക്ക്. ഹലോ ഹലോ ഹലോ, ആരാ? വസണ്ണ, എന്റെ പേര് ആഡം എന്നാണ്. ആ ആടമേ പറഞ്ഞു. വസണ്ണ, ഞാൻ ഇപ്പൊ ഒരു സിറ്റിസൺ ആണ്. പണ്ട് AGയുടെ കോ-ലീഡർ ആയിരുന്നു. ഓക്കെ 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 ബ്രോ പറഞ്ഞു. അപ്പൊ വസണ്ണനെ ഒന്ന് കണ്ടിട്ട് ഒരു ചെറിയൊരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ വസണ്ണനെ ഒന്ന് കണ്ട് എപ്പോഴേലും സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് ദിവസമായി നടക്കുന്നു. ഞാൻ ഇന്നത്തെ പരിപാടി ഉണ്ട്. ഞാൻ വിളിക്കാം. ആഡം ആഡം പേര് ആഡം. ഓക്കെ 784. ഞാൻ നമ്പർ നോക്കി വെച്ചേക്കാം, ഞാൻ ഇന്ന് വിളിക്കാം. ഓക്കെ അണ്ണ, ഓക്കെ അണ്ണ, വിളിച്ചാൽ ബ്രോ ഇവിടെ നമ്മുടെ ഗ്യാങ്ങിൽ ഇപ്പൊ കറന്റ് സ്ലോട്ട് ഫുൾ ആ ബ്രോ. ആണോ? എന്റെ ഹൃദയത്തിൽ ഒരു സ്ലോട്ട് ഉണ്ട്, പോരുന്നോ? വഴിവെട്ടി ഓടിക്കളഞ്ഞവൻ. അപ്പാപ്പൻ എന്ത് ചെയ്യേ? അപ്പാപ്പ എവിടെ? നമുക്ക് അകത്തോട്ട് പോവാ. ഈ വണ്ടി ഒന്ന് ഒതുക്കിട്ടെ. ലോക്കല്ലേ? ലോക്ക. അപ്പുറത്തെ സൈഡ് വരി വരിയായിട്ട് പറഞ്ഞേ. തെണ്ടി പിള്ളേരെ കണക്കാ. എംബോയ് വാസ് റൈറ്റ് എന്ന്. അതെ അതെ അതെ. എടാ നമ്മുടെ എംബോയ് അത് കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്ത് കേട്ടാ. അത് എംബോയ് എന്റെ അളിയ എന്തൊരു ഇവിടെ ഏതാ ഈ മല? ഒരു മിനിറ്റ്. പാർട്ടിക്കാണെങ്കിലും ചന്ദ്രൻ അലീനെ പിടിച്ചിട്ടാ അവിടുന്ന്. ചന്ദ്രനോട് പറയാതെ പോയിട്ടാ. ഹലോ, ഇതെന്താ അപ്പാപ്പ? അപ്പാപ്പ എന്നെ വന്ന് നേരെ വന്ന് മൂക്കമ്മൂടി കൊറ്റിയിടിയുന്നു. പിന്നല്ലേ എന്നെ നേരെ വന്ന് ഒറ്റയടി. തീർത്തില്ല, ആണാ പെണ്ണൊന്നുമില്ല. തലക്കാണ് എന്താ കിട്ടിയ? പിന്നല്ല ഒന്നങ്ങ് എറിഞ്ഞില്ലേ? അവളിനി കളിക്കാൻ അന്ന് എവിടെയാ പോകുന്നേ? അല്ല ഞാൻ നോക്കിയതാ. ഓരോ റൂമിന്റെ താക്കോല കണ്ട. ആ അതെ, ഇങ്ങനെ രണ്ട് കുറ്റിയുള്ളു, എല്ലാം ഒരേ താക്കോല്. ഒരെണ്ണം മിസ്സിംഗ് ആണല്ലോ, രണ്ടെണ്ണം മിസ്സിംഗ് ആണല്ലോ. രണ്ട് റൂമില് ആരെ വെടിയടിക്കാൻ കയറിയോ?
ഇത് അപ്പൊ അണ്ണാ, ഇത് അപ്പൊ ഇത് നാളെ ഫുള്ള് ബുക്കിംഗ് ആണോ? ആ വാസവണ്ണ ഇങ്ങോട്ടോ. പറഞ്ഞില്ല. രേപ്പി ഐലൻഡ് ഇത്